കോണാസനം. ഈ ആസനം നമ്മുടെ നട്ടെല്ലിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. എപ്പോഴും നമ്മുടെ നട്ടെല്ല് മുൻപോട്ട് വളയും, പിറകോട്ടും വളയും. ഇപ്പോൾ നാം അതിനെ വളയ്ക്കാൻ പോകുന്നത് ഇടത്തോട്ടും വലത്തോട്ടുമാണ്. ഇപ്പോൾ നാം ചെയ്യാൻ പോകുന്നത് കോണാസനം. കോണാസനം. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് വലത് കൈ മുകളിലോട്ട് ഉയർത്തുക. ദീർഘശ്വാസം ആഞ്ഞു വലിക്കുക. വലത് കൈ ഇടത്തോട്ട് വളയ്ക്കുക. വലതുഭാഗത്ത് സ്ട്രെച്ച് അനുഭവപ്പെടുന്ന സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ മുഴങ്കൈ മടക്കാൻ പാടില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇതേ പൊസിഷനിൽ കഴിയുന്നിടത്തോളം തുടരുക. സാവധാനം ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ശരീരം അയവുള്ളതാക്കുക. ഈ ആസനം മറുവശത്തേക്കും ചെയ്യേണ്ടതാണ്. ഇതിന്റെ പേരാണ് കോണാസനം. എന്തെന്നാൽ ഈ ആസനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം 90 ഡിഗ്രി ആംഗിളിൽ ഉള്ളതുപോലെ ആയിരിക്കും. പ്രയോജനങ്ങൾ: ഈ ആസനം ചെയ്യുന്നതിനാൽ ശരീരം ഫ്ലെക്സിബിളാകും, ശരിയായ രക്തസഞ്ചാരവും ഉണ്ടായിരിക്കും.